നിലമ്പൂരിൽ വോട്ട് പെട്ടിയിലായി മണിക്കൂറുകൾ കഴിഞ്ഞതിന് മുൻപ് തിരുവമ്പാടിയിൽ ആദ്യ വെടിപൊട്ടിയിരിക്കുന്നു. നിലമ്പൂരിൽ ഈ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ തിരുവമ്പാടിയിലെ നേതാക്കൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ലീഗ് നേതൃത്വത്തിന്റെ ആണ് നടപടി. PV അൻവറിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്താൻ തീരുമാനിച്ച തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹ്മാൻ, അറഫി കാട്ടിപ്പരുത്തി, ഫൈസൽ മാത്തം വീട്ടിൽ, റഫീഖ് പുല്ലാരുംപാട ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജൂൺ 15-നായിരുന്നു GCC KMCC തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കുടുംബ സംഗമം നടത്തിയത്. തിരഞ്ഞെടുപ്പിനിടയിൽ നടപടിയെടുക്കാൻ KMCC നേതാക്കൾ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചിരുന്നു. ഇവിടെയുള്ള മണ്ഡല നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത്, നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ, ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ, തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ളത്. എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ നാളെ നമ്മുടെ മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. നിലമ്പൂരിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തിരുവമ്പാടിയിലെ ലീഗ് നേതൃത്വമായിട്ടുള്ള ഇത്തരത്തിലൊരു വിഷയം പുറത്തു വരുന്നത്. അതായത് ഈ ജൂൺ 15-ന് KMCC GCCയുമായി ബന്ധപ്പെട്ടുള്ള കുടുംബ സംഗമം നടത്തിയിരുന്നു. തിരുവമ്പാടി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു കുടുംബയോഗം നടത്തിയിരുന്നത്. ഇതിൽ ലീഗ് ഈയൊരു കുടുംബയോഗത്തിന് അനുമതി നിഷേധിച്ചിരുന്നെങ്കിലും തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുള്ള നേതാക്കളായിരുന്നു ഇത്തരത്തിൽ ഈ കുടുംബയോഗം നടത്തിയിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വം തന്നെ നടപടിയെടുത്തിട്ടുള്ളത്. പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ നിലമ്പൂരിലെ ഇലക്ഷൻ കഴിഞ്ഞ തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ ലീഗിനുള്ളിൽ ഉള്ള വിഷയങ്ങളും പുറത്തു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.